കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് ചോദിക്കുകയുണ്ടായി, കീഹോൾ സർജറിയേക്കാളും ബെറ്റർ ഓപ്പൺ സർജറി അല്ലേ, കീഹോൾ സർജറിയുടെ സക്സസ് റേറ്റ് കുറവല്ലേ എന്നെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി ആ ചോദ്യം കേട്ട് ഞാൻ ആക്ച്വലി സർപ്രൈസ് ആയിപ്പോയി. ബിക്കോസ് കീഹോൾ സർജറി എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും 4K റെസൊല്യൂഷൻ ഉള്ള ക്യാമറയും അതനുസരിച്ചുള്ള മോണിറ്ററും പിന്നെ അതിന്റെ പ്രിസിഷൻ കൂടിയ ഇൻസ്ട്രുമെന്റ്സും വെച്ച് ചെയ്യുന്ന ഒരു അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് ഞങ്ങൾ സർജറി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ശരീരത്തിന്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു രീതിയിലുള്ള വ്യത്യാസവും ഓപ്പൺ സർജറിയും മേജർ കീഹോൾ സർജറിയും തമ്മിൽ വ്യത്യാസമില്ല. അതായത് കീഹോൾ സർജറി എന്ന് വെച്ചാൽ നമ്മൾ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി വളരെ കെയർഫുൾ ആയിട്ട് മിനിമം ബ്ലഡ് ലോസിലൂടെ പെയിൻ ഇല്ലാതെ വളരെ ചെറിയ 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 ദൂരങ്ങളിലൂടെ സർജറി ചെയ്യുകയും പേഷ്യന്റിന് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുകയും റിക്കവറി അതനുസരിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് വരികയും പേഷ്യന്റിന്റെ ഒരു റുട്ടീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ആണ് കീഹോൾ സർജറിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കീഹോൾ സർജറിയെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ സംശയമോ അതായത് അതിന്റെ സക്സസ് റേറ്റിൽ ഒരു ഡൗട്ടോ ഒന്നും തന്നെ ആവശ്യമില്ല. തീർച്ചയായിട്ടും എവിടെയൊക്കെ കീഹോൾ സർജറി ചെയ്യാൻ പറ്റുമോ അത് കീഹോൾ സർജറി തന്നെ ചെയ്ത് അതിന്റെ ഗുണം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും.